കോട്ടയത്ത് കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടി 2 ജീവൻ പൊലിഞ്ഞു. പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തിൽ മല കുത്തിയൊലിച്ചിറങ്ങി വീട്ടിൽ കിടന്നുറങ്ങിയ അമ്മയുടെയും മകന്റെയും ജീവനാണ് മഴക്കലി കവർന്നത്. വീട് പൂർണ്ണമായും ഉരുളെടുത്തു. അതിശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടമാണ് മലയോര മേഖലയിൽ ഉണ്ടായത്. അത്താഴം കഴിഞ്ഞ് സമാധാനത്തോടെ ഇന്നലെ രാത്രിയിൽ കിടന്നുറങ്ങിയ മണപ്പാട്ട് വീട്ടിൽ റജീനയുടെയും മകൻ ജോസഫിന്റെയും ജീവൻ പുലർച്ചെ ഉരുൾ കവരുകയായിരുന്നു. ഇന്നലെ രാത്രി മുതൽ കോട്ടയത്തെ മലയോര മേഖലയിൽ ദുരിതപ്പെയ്ത്താണ്. പുലർച്ചെ 3 മണിയോടെ പയ്യാനിത്തോട്ടത്തിൽ ഉരുൾപൊട്ടി. റബ്ബർ മരങ്ങൾ ഉൾപ്പെടെ കുന്നിന്റെ ഒരു ഭാഗം പൂർണ്ണമായും താഴേക്ക് പൊട്ടിയൊഴുകി. ഇരച്ചെത്തിയ വെള്ളം റജീനയും മകനും താമസിച്ചിരുന്ന വീട് അപ്പാടെ തൂത്തെറിഞ്ഞു. 100 മീറ്ററോളം താഴേക്ക് മാറിയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. റജീനയും മകൻ ജോസഫും മാത്രമാണ് സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നത്. വെള്ളം ശക്തമായി ഒഴുകിയെത്തിയപ്പോഴും അപകടത്തിൽ കാലിന് പരിക്കേറ്റ് കിടപ്പിലായിരുന്ന ജോസഫിന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് റജീനയുടെ മൃതദേഹം മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയത്. റജീനയുടെ ഭർത്താവ് ജോണിയും മകളും വീട്ടിലില്ലാതിരുന്നതിനാൽ രക്ഷപ്പെട്ടു. ഇവിടുത്തെ അച്ഛൻ്റെ പേര് ജോണി, മരിച്ച ഭാര്യയുടെ പേര് റജീന. സാധാരണ 4 പേര് കണ്ടതാ. ഇന്നലെ അവരെ ഓരോ കാരണത്താൽ മാറിയതാ. സംഭവം നടന്ന സമയത്ത് 2 പേരായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ, അതായത് അമ്മയും അവിടുത്തെ മകനും. അപ്പം അച്ഛന് ഇവിടെ താഴെ ഒരു വീട്ടിൽ ഒരു ചേട്ടന് കൂട്ടുകിടക്കാനായിട്ട് പോയതായിരുന്നു. ആ ചേട്ടൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൂട്ടുകിടക്കാൻ പോയെന്നാണ് പറഞ്ഞു. ഇവർക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മകൾ കെട്ടിച്ചു വിട്ടു. അപ്പോൾ ഇളയ മകള് ആ മൂത്ത മകളുടെ വീട്ടിലായിരുന്നു എന്നാണ് പറയുന്നത്. കൂട്ടിക്കൽ പഞ്ചായത്തിലെ കൊടുങ്ങയിലും കൊക്കയാർ പഞ്ചായത്തിലും ഉരുൾപൊട്ടി. പലയിടങ്ങളിലും റോഡിൽ വെള്ളം കയറി. കനത്ത മഴയിൽ കാഞ്ഞിരപ്പള്ളിയും പാലായും മുണ്ടക്കയവും ഈരാറ്റുപേട്ടയും പൂഞ്ഞാറും വെള്ളത്തിലായി. പ്രദേശങ്ങളിലെ 100 കണക്കിന് കടകളിൽ വെള്ളം കയറി. തീക്കോയിൽ തലനാട്ടിലുണ്ടായ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. 50 വീടുകളിലും വെള്ളം കയറി. 10-60 ലിറ്റർ പാല് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ത്യാഗം അനുഭവിക്കേണ്ടി വന്ന ഒരു അനുഭവം ഇന്നലെ. എനിക്ക് പശുവിനെ അഴിച്ചു മാറ്റാനുള്ള സ്വാധീനം കിട്ടിയില്ല. അല്ലാത്ത പക്ഷം ഞാൻ മാറ്റിയനായിരുന്നു. പ്രധാന ആറുകളുടെ സമീപത്ത് താമസിക്കുന്ന എല്ലാവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ വിവിധയിടങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. എരുമേലി കൊരട്ടിയിൽ ഒറ്റപ്പെട്ട കുടുംബത്തെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. 3 നിലവിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പാലാ KSRTC ഡിപ്പോയിലെ ഡ്രൈവർ രാജേഷിന്റെ വീട് ഒലിച്ചുപോയി. ന്യൂസ് മലയാളം, കോട്ടയം.